നമസ്കാരം. അമേരിക്ക ഇറാൻ സമാധാന കരാർ യാഥാർത്ഥ്യമായെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഫ്രാൻസിൽ വെച്ച് കരാറിൽ ഒപ്പുവെച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഇതൊരു താൽക്കാലിക ധാരണ മാത്രമാണെന്നും ഇറാൻ കൃത്യമായി പെരുമാറിയില്ല എങ്കിൽ വീണ്ടും ആക്രമണം നടത്തും എന്നാണ് ട്രംപിന്റെ വക മുന്നറിയിപ്പ്. ഇറാൻ അനുസരിച്ചില്ലെങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്ന ഭീഷണിയുമായാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും എത്തിയത്. ഇറാനുമായി ഒപ്പുവെക്കുന്നത് അന്തിമ കരാറല്ല എന്നും ഒരു ധാരണ പത്രം മാത്രമാണ് എന്നാണ് ട്രംപിന്റെ വാദം. ഫ്രാൻസിലെ എവിയൻ വേദിയിലാവുന്ന G7 ഉച്ചകോടിക്കിടെ ഈജിപ്തുമായി നടന്ന ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷമായിരുന്നു അതിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ട്രംപ് നിലപാട് വ്യക്തമാക്കിയത്. മാസങ്ങൾ നീണ്ട സംഘർഷം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി യു.എസും ഇറാനും ചേർന്ന് സമാധാന കരാറിൽ ഒപ്പുവെക്കാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെയായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണവും എത്തിയിരുന്നത്. അമേരിക്ക ഇറാൻ ബന്ധത്തിൽ വഴിത്തിരിവാകും എന്ന് കരുതുന്ന പുതിയ കരാറിനെ കുറിച്ച് നിഗൂഢമായ പ്രതികരണവുമായാണ് ട്രംപ് വന്നത്. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് കരാറിന്റെ ഉള്ളടക്കം പുറത്തു വിടാതെ തന്നെ അത് വളരെ ശക്തമാണ് എന്ന് ട്രംപ് വിശേഷിപ്പിച്ചത്. കരാറിന്റെ വിശദാംശങ്ങൾ രഹസ്യമായി തുടരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും G7 ഉച്ചകോടിക്കിടെയാണ് കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമായത്. കരാർ അന്തിമമല്ല എന്ന് ഇറാൻ പെരുമാറ്റച്ചട്ടം ലംഘിച്ചാൽ വീണ്ടും ബോംബാക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ആക്രമണം നടത്തുമെന്നും ട്രംപ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനുമേലുള്ള അടിയന്തര ഉപരോധ ഇളവുകൾ ഈ കരാർ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനും വെടിനിർത്തൽ ദീർഘിപ്പിക്കുന്നതിനും ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതായാണ് സൂചന. ആണവായുധങ്ങൾ നേടുന്നത് തടയുന്നതിനും ബാലിസ്റ്റിക് മിസൈൽ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം കൂടിയായാണ് നേതാക്കൾ ഈ നീക്കത്തെ കാണുന്നത്. ചോർന്ന രേഖകൾ അനുസരിച്ച് കരാർ ഒപ്പുവെച്ചാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുവാനും ഇറാൻ എണ്ണ കയറ്റുമതി നിയന്ത്രണങ്ങളില്ലാതെ തുടരാനും വഴി തുറക്കും. സ്വിറ്റ്സർലൻഡിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഔദ്യോഗികമായി ഒപ്പുവെക്കാൻ സാധ്യതയുള്ള കരാറിലൂടെയായിരുന്നു ആണവ പദ്ധതിയിലെ അന്തിമ ഒത്തുതീർപ്പ് സാധ്യമായ ഇറാനെതിരെ ഉപരോധങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യാൻ അമേരിക്ക ആലോചിക്കുന്നുണ്ട്. എന്തായാലും G7 ഉച്ചകോടിയുടെ സമാപനത്തിലായിരുന്നു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനൊപ്പം ഇരുന്നു കൊണ്ട് താനാണ് ബോസ് എന്ന് ട്രംപ് തമാശ രൂപേണ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. കരാറിന്റെ യഥാർത്ഥ നിബന്ധനകൾ ഇപ്പോഴും ഇരു രാജ്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കുകയാണ്. ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എന്ന് കരുതുന്ന ഈ കരാർ ഒപ്പുവെക്കുന്നതോടെ മധ്യപൂർവ്വ ഏഷ്യയിലെ സംഘർഷങ്ങൾക്ക് വലിയ ഒരു അളവിൽ തന്നെ ശമനമുണ്ടായേക്കും. ലോകരാജ്യങ്ങളുടെ പ്രതീക്ഷയും ഇക്കാര്യത്തിലാണ്. എങ്കിലും ട്രംപിന്റെ മുന്നറിയിപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇറാനുമായുള്ള ഈ ഒരു ബന്ധം ഒരു നൂൽപാലത്തിലൂടെയുള്ള പ്രയാണം തന്നെയായിരിക്കും. കരാറിന്റെ പൂർണ്ണരൂപം പുറത്തു വരുന്നതോടെ മാത്രമേ ഈ ശക്തമായ നീക്കത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ.